ഇനി നമ്മൾ തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ്, പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് മണലൂർ. മണലൂരിൽ ഇത്തവണ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന പ്രതീതി അവിടെ ഗ്രൗണ്ടിലുണ്ട്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി LDF-ന് വേണ്ടി, TN പ്രതാപൻ UDF-ന് വേണ്ടിയും, BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ NDA-ക്ക് വേണ്ടി 3 ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഞാൻ പോയ മണ്ഡലങ്ങളിൽ ഒന്നാണ് മണലൂർ. ഇവിടെ ഈ രവീന്ദ്ര മാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുതുക്കാട് നിന്ന് തുടർച്ചയായിട്ട് MLA ആയി, അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി, പിന്നീട് ചാലക്കുടിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തുടർച്ചയായ മത്സരങ്ങളാണ് രവീന്ദ്ര മാഷിനെ സംബന്ധിച്ചിടത്തോളം. ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കത് വിശേഷിപ്പിക്കാൻ ഇഷ്ടം ഹെവി ഫൈറ്റ്. സംസ്ഥാനത്ത് ഹെവി ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മണലൂർ. അവിടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് 3 BJP സംബന്ധിച്ച് KK അനീഷ് കുമാർ, തൃശ്ശൂരിൽ അവർക്ക് മത്സരിപ്പിക്കാൻ കഴിയുന്ന, സുരേഷ് ഗോപി കഴിഞ്ഞാൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി. സാമുദായിക ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റായ സ്ഥാനാർത്ഥി. രവീന്ദ്രനാഥിനെ സംബന്ധിച്ച് വേറെ ഓപ്ഷനില്ല. LDF-നെ സംബന്ധിച്ച് അവർക്ക് പരീക്ഷിക്കാൻ TN പ്രതാപൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ മാത്രം എല്ലാവിധ ടാക്ടിക്സുകളും അറിയാവുന്ന നേതാവ്. മണ്ഡലങ്ങളിൽ ജയിച്ച് തെളിയിച്ച നാട്ടികയിലും കൊടുങ്ങല്ലൂരും ഒക്കെ ജയിച്ചിട്ടുള്ള ആളാണ്. രവീന്ദ്ര മാഷിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ഗുരുവായൂരിൽ ശ്രീകൃഷ്ണന് നിവേദിക്കേണ്ട കദളിക്കൊല കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഏതൊക്കെ വിഭാഗത്തിന്റെ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് എത്തുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ പുതുക്കാട് മണ്ഡലത്തിലെ വികസന പദ്ധതികൾ ഏറ്റവും ഉയർത്തിക്കാട്ടുന്ന ഒരു പദ്ധതിയാണ്. അദ്ദേഹം വാഴ കൃഷി, കദളി കൃഷി ചെയ്യുന്നു. അത് ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകൃഷ്ണനാണ് നിവേദിക്കാൻ കൊടുക്കുന്നത്. അപ്പം അത് പറയുമ്പോ പുതുക്കാടും അത്തരത്തിലുള്ള വോട്ടുകൾ ഞാൻ സൂചിപ്പിച്ചത് മണലൂരിൽ BJP വലിയ രീതിയിൽ വോട്ട് പിടിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ AN രാധാകൃഷ്ണൻ 36,500 വോട്ട് പിടിച്ച മണ്ഡലമാണ് മണലൂർ. ഞാൻ സൂചിപ്പിച്ചത് ആലപ്പുഴയിൽ തോമസ് ഐസക് ജനകീയ ഭക്ഷണശാലയാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പുതുക്കാട് രവീന്ദ്രനാഥ് മുന്നോട്ട് വെക്കുന്നത് കദളിക്കൊലയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഏത് വിഭാഗത്തിൻ്റെയൊക്കെ വോട്ടുകൾ കിട്ടുമെന്നും അത് ഒരുപക്ഷെ ഈ മണലൂരിൽ നമുക്ക് ഒരു രീതിയിലും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് TN പ്രതാപൻ മുമ്പിൽ 43.22, 4.10 വ്യത്യാസം. 39.12 സി രവീന്ദ്രനാഥിന്, 17.66 KK അനീഷ് കുമാറിനും. TN പ്രതാപനോടൊപ്പം ഓടിയെത്താൻ രവീന്ദ്രനാഥിന് കഴിയുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അല്ല, അവിടെ കൺസിഡറബിൾ മുസ്ലിം വോട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അത് എൻ ബ്ലോക്കായി പ്രതാപനിലേക്ക് വരാനാണ് വലിയ രീതിയിൽ. സ്വാഭാവികമായിട്ട് പിന്നോടെയുള്ള കോൺഗ്രസ് വോട്ട് കൂടി പ്രതാപന് സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് അവിടുത്തെ പ്രബല കമ്മ്യൂണിറ്റിയായ ഈഴവ കമ്മ്യൂണിറ്റിയിൽ അത് BJP-യിലേക്കും LDF-ലേക്കും വോട്ട് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ മണലൂരിൽ BJP-ക്ക് ഈ വോട്ട് ഷെയർ ഉണ്ടായാൽ പോരാ. അപ്പം BJP-യുടെ 1% ഓഫ് വോട്ട് സ്വാഭാവികമായിട്ടും പ്രതാപനിലേക്കും പോകുന്നുണ്ട്. അവിടെ ഹെവി ഫൈറ്റ് ആണ്. അവിടെ ആര് ജയിക്കണമെന്ന് നിർണയിക്കുന്നത് KK അനീഷ് കുമാർ ആയിരിക്കും. അല്ല, ഈ വോട്ട് പോരാ BJP-ക്ക് എന്ന് പറയുന്നു. BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ ആർക്കാണ് ഇത് കുറയുക? അത് തന്നെയാണ്. BJP അവിടെ വോട്ട് കൂടുതൽ പിടിച്ചാൽ ആർക്ക് ദോഷം എന്നതിൽ പറയാൻ സാധിക്കില്ല. അത് TN പ്രതാപന്റെ വോട്ടുകളാണോ പിടിക്കുന്നത്, രവീന്ദ്രനാഥിന്റെ വോട്ടുകളാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇരുകൂട്ടരുടെയും വോട്ടുകൾ പിടിക്കാൻ ശേഷിയുള്ള തോന്നുന്നത് കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ്. വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് TN പ്രതാപൻ. അദ്ദേഹം പറന്ന് നടക്കാണ്. അപ്പൊ ജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്ട് TN പ്രതാപനെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാകുന്നു എന്ന് വേണം വിചാരിക്കാൻ. 2 ഘടകങ്ങൾ. ഒന്ന്, വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള, വളരെ ജനകീയൻ, ആർക്കും ആക്സസ് ഉള്ള ഒരു നേതാവെന്ന് TN പ്രതാപൻ. മറ്റേതൊരു ഭൗതിക തലത്തിൽ വളരെ ഭയങ്കര ശേഷിയുള്ള മാഷെന്നാണല്ലോ മാഷ് എന്നുള്ള പ്രയോഗം. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള ഭയങ്കര ദീർഘവീക്ഷണമുള്ള ഇപ്പം അദ്ദേഹത്തെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നത് തന്നെ ചാലക്കുടി തിരിച്ചു പിടിക്കാന്നുള്ള ശേഷിയിലാണ്. ഒരു ഗ്ലാമർ ഫേസ് ആണ് അദ്ദേഹം എവിടെയും കൊണ്ട് മത്സരിപ്പിക്കാൻ പറ്റുന്ന. LDF-നെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലം കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ 22,000 വോട്ടുകൾക്ക് പരം മുരളി പെരുന്നെല്ലി ജയിച്ച മണ്ഡലമാണ്. എന്റെ ചോദ്യം അതാണ്. അതായത് TN പ്രതാപൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് ഈ മണ്ഡലം പിടിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ അതിലുപരി 29,000 വോട്ടിന് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ UDF ഇത്രയും ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുരളി പെരുന്നെല്ലിയുടെ പ്രവർത്തനത്തെ ആ നാട്ടുകാർ എങ്ങനെയാണ് കണ്ടത്? നമ്മുടെ സർവേയിൽ 136-ാം സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് 49-50 മാർക്കായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ലെഫ്റ്റ് CPM MLA-മാർക്കും 2 ടേം കഴിഞ്ഞ് ഇനി അവസരം കിട്ടില്ല. അവസാന ഇയറിലൊന്ന് ബാക്കിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് 1-2 മണ്ഡലങ്ങൾ വരുമ്പോൾ ഞാനത് സൂചിപ്പിക്കാം. ആ ഒരു സാഹചര്യം മണലൂരും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നു. പക്ഷേ തൊട്ടുമുമ്പ് PA മാധവൻ എന്ന് പറയുന്നത് മണലൂർ ഒരു
ന്യൂട്രൽ മണ്ഡലമാണ്. മണ്ഡലം രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട്. മണലൂരിന്റെ ഒരു കാര്യം എടുത്താൽ മണലൂരിൽ ബേബി ജോൺ മാഷ്, ആനാവൂർ നാഗപ്പൻ, പാറശാലയിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ തോറ്റില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തുടർ ഭരണം ഉണ്ടായേനെ. അതെ, തുടർ ഭരണം ഉണ്ടായേനെ. തുടർ ഭരണം കളഞ്ഞ 2 സീറ്റുകളിൽ ഒന്നാണ് മണലൂർ.